കിടന്ന് കരഞ്ഞിട്ട് സബ്സ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്ന സാധനം നോക്കണേ. കരച്ചില് മനഃശക്തി തരണേ. എന്റെ കൺട്രോള് പോയി നിൽക്കുക. ഇതൊന്നും കാണാനും കേൾക്കാനും ഇട്ടേക്കാതെ എന്നെ എത്രയും പെട്ടെന്നൊന്ന് കെട്ടിച്ചു വിടണം. അമ്മേ, നമ്മളെ മോള് വിചാരിച്ചു. ഇത് സബ്സ്ക്രിപ്ഷനിൽ ഇന്ന് ഇട്ട സാധനമാണ്. പരസ്യമായിട്ടും കാണിച്ചു ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇവിടെ അപ്പുറത്ത് വന്നിരുന്ന് കരയുന്നു, മോൻ സബ്സ്ക്രിപ്ഷൻ. എങ്ങനെ അതായത് ഇത് ഈ വിടവ് കാണണം അത്രേ ഉള്ളൂ. മനോഹരമായി, കുറച്ചോവറായോ എന്നൊരു ഡൗട്ട് ഉള്ളതാണ്. ഇതാണ് സബ്സ്ക്രിപ്ഷൻ ഇട്ട്. ഇനി നമുക്ക് സങ്കടം കൊണ്ട് നമ്മൾ ആത്മഹത്യയുടെ വക്കീലാണ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ രീതിയിലായിരിക്കണം എല്ലായിടത്തും. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ ആത്മഹത്യ ഫിഷൻ മുഖ്യമായും ഒരു കള്ള ആത്മഹത്യ ട്രൈ ഒക്കെ നടത്താനുള്ള ചാൻസ് ഉണ്ട്. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. നമ്മുടെ കൈയൊക്കെ ഞരമ്പൊക്കെ മുറിച്ചിട്ട് കെട്ടി ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുക. അയ്യോ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു, അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വരാനും ചാൻസ് ഉണ്ട്. കാരണം രണാസുനയാണല്ലോ. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.